നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് SI സ്റ്റെഫിയുടെ അടുത്തേന്നു. എന്നിട്ട് പറഞ്ഞു, എടി നീയും അവരും കൂടെ കൂടിയിട്ട് എത്ര ജീവനുകളെ അടി കൊന്ന് തള്ളിയത്, നീയൊക്കെ ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റെഫി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. നീ കൂടുതലായിട്ടൊന്ന് നോക്കണ്ടേ, ഇനിയിപ്പം നിനക്ക് മുന്നോട്ടൊരു ജീവിതമില്ല. അതുപോലെ തന്നെ ഗംഗാപ്രസാദ്, അവൻ ഇനിയിപ്പൊ നീ അന്വേഷിച്ചിട്ട് കാര്യമില്ലടി. അവൻ കാട് കയറി, ഇനിയിപ്പൊ കാടിറങ്ങി അവൻ വരത്തില്ല. അവൻ തീർന്നടി. വന്യമൃഗങ്ങൾക്ക് അവൻ ഭക്ഷണമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ചുണക്കുട്ടി അവനെ തീർത്തിരിക്കുന്നത് അതാരാന്നറിയാലോ, കിരണ്. അവനോട് ഞങ്ങൾക്ക് ബഹുമാനം മാത്രം അടി തോന്നേ. അത് കേട്ടതും അവൾ പറഞ്ഞു, അങ്ങനെയൊന്നും പെട്ടെന്ന് എന്റെ ഗംഗയെ തീർക്കാണ്ട് നിങ്ങൾക്കൊന്നും സാധിക്കില്ലെന്ന് പറയണം. പറഞ്ഞു തീർന്നു. SI ഒറ്റ അടിയായിരുന്നു അവളുടെ കർണം തീർത്ത്. നിനക്ക് ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് അഹങ്കാരം തീർന്നില്ലല്ലേ. അപ്പോഴേക്കും വനിതാ കോൺസ്റ്റബിൾ വന്നു. ഇവളെ കൈകാര്യം ചെയ്യാൻ പറയണം. അങ്ങനെ വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ അഹങ്കാരം ഞാൻ തീർത്താരാടിയെന്ന് പറഞ്ഞ് അവളുടെ കർണത്ത് മാറി മാറി അടിക്കണം. അപ്പോഴേക്കും അവൾ കയറി ആ SIയുടെ കഴുത്തിനങ്ങോട്ട് പിടിച്ചു. പിന്നെ SIയുടെ അല്ല, ആ വനിതാ കോൺസ്റ്റബിളിന്റെ കഴുത്തിനങ്ങോട്ട് പിടിച്ചു. പിന്നെ അവര് വെറുതെ വിടുവോ, അവളെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുവാണ്. അടി കൊണ്ട് ചുരുണ്ടുപോയി സ്റ്റെഫി. ഇതേ സമയത്ത് സരിയു ഓഫീസിൽ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹരിസാർ അങ്ങോട്ട് വന്നു. ഹരിസാർ വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ, ഇപ്പം നല്ലതായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് സരിയുവിന്. അതുകൊണ്ട് കിരൺ സാറ് പറഞ്ഞു സരിയുവിന്റെ സാലറി കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന്. സാലറി മാറ്റം? അതെ, കുറച്ച് സാലറി കൂട്ടിത്തരണമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പം നന്നായിട്ട് സാലറി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മോനെ നോക്കുന്ന അവരൊക്കെ തന്നെയല്ലേ. അതിലൊന്നും ഒരു കാര്യമില്ല. കിരൺ സാർ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രതീഷ് വന്നു. രതീഷ് വന്നിട്ട് വെച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്ത്? അല്ല, ഗംഗാപ്രസാദിന്റെ കാര്യമേ. അപ്പോഴേക്ക് സരിയ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിൽ കല്യാണി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മിയമ്മയ്ക്ക് നേരെ കാർത്തിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നൊക്കെ. അതെ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തീരുമാനമായെന്നോ? അതെ, അവനെ പുകച്ചെന്ന് പറയാണ്. ഒന്നും മനസ്സിലായില്ല ഹരിസാറിന്. അപ്പോഴാണ് രതീഷ് ആ കാര്യങ്ങളൊക്കെ പറയണേ. അവന് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മലയ്ക്കോ മാലയിട്ടെന്നുള്ള രീതിക്ക്. വേഷം മാറിയാ വന്നേ. വേഷം മാറിയോ? അപ്പൊ ഇതിനു മുമ്പ് അവൻ വേഷം മാറി വീട്ടിൽ ചെന്ന കാര്യമൊക്കെ കിരൺ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഈ തവണ മലയ്ക്കോ മാലയിട്ട വേഷത്തിലാവൻ വന്നേ. ഓഹോ, വെറുതെ അല്ല, അയ്യപ്പസ്വാമി അവനെ വെറുതെ വിടുവോ? ആ സമയത്ത് സരിവിച്ചു. എന്നിട്ട് എന്തായി? ക്ഷേത്രത്തില് കാർത്തികയും ലക്ഷ്മിയമ്മയൊക്കെ തൊഴാൻ വന്ന സമയത്താണ് ഈ സംഭവം നടന്ന്. അവിടെ വെച്ച് അവളെ പിടികൂടി സ്റ്റെഫിയെ. പിന്നീട് അവൻ ഓടി അവൻ പോയെങ്കിലും അവന്റെ തടാൻ ചാടിക്കിടന്ന് കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് കിരൺ അവനെ ശരിയാക്കി. ഒടുവിലെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായെന്ന് തോന്നേ. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞ്, നല്ലൊരു വാർത്തയാണല്ലോ. ഇനിയിപ്പോ സമാധാനത്തോട് കൂടിയിട്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കാമല്ലോ. ഹരിസാർ പറഞ്ഞു, അത് ശരിയാ, ഇത്ര നാൾ എന്തൊക്കെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രതീഷും അറിയാം. കല്യാണി അന്ന് അമ്മയുടെ ചിതാഭസ്മൊക്കെ ഒഴിക്കിയതിന് ശേഷം വന്നിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിലാണെന്ന് നമ്മളെല്ലാം കണ്ടല്ലേ. അന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ കല്യാണി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഹരിസാദ് പറഞ്ഞു, പാവം, നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. സാരി പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. രതീഷ് പറഞ്ഞു, അത്ര അറിഞ്ഞല്ലേ കല്യാണി ശപിച്ചു അവനെ. കാരണം അങ്ങനത്തെ ഉള്ളൊരു ശാപം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നടത്ത് നിന്ന് പൊട്ടിത്തെറിച്ചു പോകും. കാരണം അത്രയ്ക്കും മനസ്സുരിയ അന്ന് കല്യാണിയുടെ ശാപം ഉണ്ടായത്. ഇതൊക്കെ കേട്ടപ്പം സരിവിന് അവിടെ നിന്ന് തുള്ളി ചാടാനായിട്ട് തോന്നി. പിന്നീട് സരു രാഹുലിനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു, മോളെ അത് പിന്നെ ഞാൻ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്ന. അല്ല മോളെ, എനിക്ക് അവനെ തീർക്കാൻ പറ്റിയില്ല, ആ മനോഹറിനെ. എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. അതായിക്കോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കിരൺ ചുണക്കുട്ടിയാന്ന് വീണ്ടും തെളിയിച്ചെന്ന് പറയണം. ഇതെന്താ പോലും ഇവിളി പറയുന്നത് എന്നൊരു ചിന്തയായിരുന്നു രാഹുലിന്റെ മനസ്സിൽ. അപ്പോഴേക്കും സരയു പറഞ്ഞു, അല്ലെങ്കിലും അവനെ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടാതെ പോയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. പക്ഷേങ്കിൽ അവനെ പോലുള്ള ഒരുത്തനുണ്ടല്ലോ, അവൻ മിടുക്കനാന്ന് പറയണം. രാഹുൽ പറഞ്ഞു, എന്താ മോളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അതുണ്ടല്ലോ, ആ ഗംഗാപ്രസാദ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞു. ഗംഗാപ്രസാദിന്റെ കാര്യത്തിലോ? അതെ, അവനങ്ങ് തീർന്നു. പക്ഷെ എങ്ങനെ ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കില്ല. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് കിരണായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം അവൻ തീർന്നിട്ടുണ്ട്, അതിനെ കാരണക്കാരൻ കിരണ. അവൻ പുറത്തെ ആടിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു കിരൺ അവനെ തീർത്ത് കളയുന്നു. അതെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇത്ര ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ആ മനോഹറിനെ തീർക്കാൻ പറ്റിയിട്ടില്ലോ. അവന്റെ മുന്നിൽ പല വേഷപ്രവചന അവന്റെ മുന്നിൽ പല പ്രച്ഛന്ന വേഷത്തിൽ നടന്നവനാ ഈ ഗംഗാപ്രസാദ് കിരണിന്റെ മുന്നില്. എന്നിട്ടോ കിരൺ അവനെ തപ്പി തേടി പിടിച്ച് ഇല്ലാതാക്കി. പക്ഷെ നിങ്ങളുടെ കൺമുന്നിൽ കൂടെ നടക്കുന്ന മനോഹറിനെ തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അത് പിന്നെ മോളെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ എന്റെ ഹീറോ ആരെന്നറിയോ? കിരണാണ്. മനോഹർ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഈ പറയുന്ന കിരൺ തീർക്കും. നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട.
അല്ലെങ്കിലും നിങ്ങളെപ്പോലെ അച്ഛനെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടായിട്ടുള്ളേ? മുമ്പൊക്കെ അങ്ങനെയായിരുന്നില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സാധിച്ചു തരുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരമില്ല. ഇനി നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. എനിക്കിപ്പോൾ നല്ല സന്തോഷം തന്നെ തോന്നുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് സരു അങ്ങോട്ടേക്ക് പോയി. രാഹുൽ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. ഏക പ്രതീക്ഷ ഗംഗാപ്രസാദായിരുന്നു. അതും തകർന്നു പോയല്ലോ എന്നൊരു ചിന്ത. പിന്നീട് രാഹുൽ നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് എന്ന് കഴിയുമ്പത്തേനും രാഹുലിന്റെ കൂട്ടുകാരൻ ചോദിച്ചു, സാബ് ജയിലിൽ കിടക്കുന്നവൻ ചോദിച്ചു, അല്ല എന്താ മോളാണോ വന്നേന്ന് ചോദിക്കുവാണ്. അതെ മോള് തന്നെയാ വന്നേ. ഓ, ആ നിൽക്കുന്നവനെ കൊല്ലാത്തതിന്റെ പരിഭവം പറയാൻ വേണ്ടി വന്നായിരിക്കില്ലേ? അതൊന്നുമല്ല, ഇത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. അപ്പോഴേക്കും മനോഹർ നോക്കി. അതെ, ഗംഗാപ്രസാദ് ഉണ്ടല്ലോ, അവൻ തീർന്നെന്ന്. തീർന്നെന്നോ? അപ്പോഴേക്കും ചുറ്റും നിന്നവരൊക്കെ അന്തം വിട്ടാണ് രാഹുലിനെ നോക്കുന്നത്. ആ സമയം മനോഹറിന്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി ഉണ്ടായി. നീ എന്തിനാടെ ചിരിക്കുന്നേ? നീ അവന്റെ വലിയ കൂട്ടുകാരനാണല്ലോ. എന്നെക്കാളും മുമ്പേ നീ അവനെ കണ്ടല്ലേ? അതെ, ആ കിരണിനെ തീർക്കാനെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയായിരുന്നു. ഞാൻ അവന് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്താ എടുത്തു ചാടി ഒന്നും ചെയ്യില്ലെന്ന്. അതിനുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്തു. എടാ, നീ കൂടുതൽ സന്തോഷിക്കണ്ട. അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വരുവായിരുന്നെങ്കിൽ അവനെ വെച്ച് ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്നാലും സാരമില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ തീർത്ത് കളയും. ആയിക്കോട്ടെ, തീർക്കുവോ പിടിക്കുവോ എന്ത് വേളം ചെയ്തു. പക്ഷേങ്കില് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാവോ? കിരണും കിരണിന്റെ അച്ഛനും. ഉറപ്പായിട്ട് നിങ്ങളെ തീർക്കോ. ഇപ്പൊ ഗംഗാപ്രസാദിനെ തീർത്ത കിരണ. ആ 100% ഉറപ്പാ. അങ്ങനെയാണ് നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് കേട്ടത് മനോഹരനോട് പറഞ്ഞു, നീ അത്ര സന്തോഷിക്കൊന്നും വേണ്ട. സന്തോഷിക്കാനാ ഞാനാ? എനിക്കിപ്പോ ഒരു പേടിയില്ല. നിങ്ങൾ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ വാ. ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ത് വേണോ ആവാലോ എന്നൊക്കെ പറഞ്ഞു മനോഹർ തന്റെ ജോലി തുടർന്നു. അപ്പോഴേക്കും ആ സഹപ്രവർത്തകൻ പറഞ്ഞു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യമാണോ കേട്ടോക്കെ? അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലാത്ത രാഹുലിന് ആകെപ്പാടെ ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാർത്തികയും കല്യാണിയും ലക്ഷ്മിയമ്മയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക കല്യാണിയോട് പറഞ്ഞു, കല്യാണി നീ ഇതിനോട് അകം എല്ലാം ചെയ്യാൻ ഞങ്ങളോടൊപ്പം കൂടുന്നുണ്ട്. പക്ഷെ നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. കല്യാണി പറഞ്ഞു, അത് പിന്നെ അറിയാലോ, എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടി എൻ്റെ കല്യാണം നടത്തണ്ട കല്യാണി. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പിന്നെ എപ്പോഴേലും മതി. ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ദിലീപേട്ടനും പറഞ്ഞ എത്ര കാലം വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കാന്നേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാർത്തിയേച്ചി, കല്യാണം നടക്കണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ആഗ്രഹം അല്ലേ. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് സന്തോഷമാവും മുകളിലിരിക്കുമ്പോൾ കാർത്തിയേച്ചിയുടെ കല്യാണം കാണുമ്പോൾ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ. പാവമായിരുന്നു ദൈവ, ഞങ്ങൾ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞങ്ങൾക്ക് വിഷമമുണ്ട് മോളെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ. സാരമില്ല, എൻ്റെ വേദന ഞാൻ സഹിച്ചോളാം. പക്ഷെ കാർത്തിയേച്ചിയുടെ കല്യാണത്തിന് ഒരു മുടക്കം ഉണ്ടാകാൻ പാടില്ല. ഇത്ര നാളും ദിലീപേട്ടൻ കാത്തിരുന്നില്ലേ, ഇനി ഇത് നീട്ടിവെക്കാൻ പറ്റില്ല. നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. അല്ല അത് പിന്നെ പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും ഗംഗാപ്രസാദിനെ പോലെ ഒരുത്തനെ വന്ന് ജീവിതം തകർക്കുമെന്ന് കരുതി ഇത്ര നാളും ടെൻഷൻ അടിച്ചിരിക്കുമല്ലായിരുന്നോ? ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുനാളിലെ മുതൽ എനിക്ക് പേടിയായിരുന്നു എൻ്റെ അച്ഛനെ. കാരണം എന്നെ പുഴയിലെറിഞ്ഞ് കൊല്ലുമോന്ന് പോലെ ഞാൻ പേടിച്ചിട്ടുണ്ട്. എന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടേ തള്ളിയതാണ് ഞാൻ സംസാരിക്കില്ല എന്നറിഞ്ഞിട്ട് എൻ്റെ അമ്മൂമ്മ. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു വന്നില്ലേ, ഇവിടം വരെ എത്തിയില്ലേ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇനി കാർത്തിയേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അത് പിന്നെ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. കല്യാണമൊക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കണം. അതൊക്കെ വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ഈ സമയം ദിലീപിന്റെ കല്യാണ വിളിയായിരുന്നു ദിലീപിന്റെ അച്ഛന്. അപ്പോഴേക്കും ഭാര്യ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും രേവണിനോട് പറഞ്ഞു, ഈ കല്യാണി വിളി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഫോണിൽ കൂടെ വിളിക്കാൻ പറ്റുന്നവരൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. രേവണി പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം വിളിച്ച് നമുക്ക് തീർക്കാൻ പറ്റുമല്ലോ. ആ സമയം ദിലീപ് അങ്ങോട്ട് വന്നു. അതെ, രണ്ടുപേർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ മോനെ? ആ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തീരുമാനമായെന്നോ? അവനെ തീർത്തെന്ന് അറിയാൻ കഴിഞ്ഞേ. ആരാ പറഞ്ഞേ? എന്നോട് കിരണ വിളിച്ചിട്ട് പറഞ്ഞേ. പക്ഷെ കൂടുതലായിട്ട് വിശദ വിവരങ്ങളൊന്നും ഫോണിൽ കൂടെ പറഞ്ഞില്ല. ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊരു സന്തോഷം തന്നെയാണല്ലോ മോനെ. എത്ര കാലമായി അവനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസും കിരണൊക്കെ. അത് ശരിയാ, ഇനി ഇപ്പൊ പേടിക്കണ്ട. കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടത്താമെന്ന് അവര് പറയണേ. അപ്പോഴേക്കും രേണു പറഞ്ഞു, ഓ, ഇത്രയും നാളും ഒരു ഭയത്തിന്റെ മുന്നിലായിരുന്നു നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോഴാ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമായത്. ഇനി പേടിക്കാതെ നമുക്ക് കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് നടത്താലോ എന്നൊക്കെ അവര് പറഞ്ഞു. ഈ സമയത്ത് കല്യാണി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. കല്യാണിയുടെ മനസ്സിൽ എത്രയാണെങ്കിലും അമ്മയുടെ മുഖമുണ്ട്, അത് മാഞ്ഞു പോകുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്നവർ അത് കൂടിക്കൂടി വരിക. അപ്പോഴേക്കാണ് ഭാനുമതി മുത്തശ്ശി വരുന്നത്. ഭാനുമതി മുത്തശ്ശി ദീപയെ കാണാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗേറ്റും കടന്ന് ഭാനുമതി മുത്തശ്ശി അകത്തേക്ക് കയറി വരുമ്പോൾ
കല്യാണിയും കൂടെ ഓടിച്ചെന്നു. മുത്തശ്ശിന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.